ശാന്തി. അവ്യക്ത ബാപ്ദാദിയുടെ മധുര മഹാവാക്യങ്ങൾ 26/9/2021. റിവൈസ് കോഴ്സാണ് 27/3/1988. ഇന്നത്തെ മഹാവാക്യത്തിൻ്റെ വിഷയമാണ് സർവശ്രേഷ്ഠ സിതാര സഫലത കാ സിതാര. സർവശ്രേഷ്ഠമായിരിക്കുന്ന നക്ഷത്രം, അതായത് സഫലതയുടെ നക്ഷത്രമാണ്. ആജ് ജ്ഞാനസൂര്യ ജ്ഞാനചന്ദ്രമ अपने अलौकिक तारामंडल को देख रहे हैं. ഇന്ന് ജ്ഞാനസൂര്യനായ ശിവബാബ, ജ്ഞാനചന്ദ്രമനായ ബ്രഹ്മബാബ തൻ്റെ അലൗകിക താരാമണ്ഡലത്തെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. യഹ് अलौकिक विचित्र तारामंडल है जिसकी विशेषता सिर्फ बाप और ब्राह्मण बच्चे ही जानते हैं. ഇത് അലൗകികവും വിചിത്രവുമായിരിക്കുന്ന താരാമണ്ഡലമാണ് അഥവാ നക്ഷത്രലോകം. ഇതിൻ്റെ വിശേഷത കേവലം ബാബയും അതുപോലെ തന്നെ ബ്രാഹ്മണ കുട്ടികൾ മാത്രം മനസ്സിലാക്കിയിരിക്കുന്നത്. हरेक सितारा अपनी चमक से इस विश्व को रोशनी दे रहे. എല്ലാ ആത്മാരൂപി നക്ഷത്രങ്ങൾ തൻ്റെ തിളക്കത്തിലൂടെ ഈ വിശ്വത്തിന് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പ് ദാദാ ഹരേക്ക് സിതാരെ की विशेषता देख रहे. ബാപ്പ് ദാദാ എല്ലാ നക്ഷത്രങ്ങളുടെ വിശേഷതയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. है सभी सितारे लेकिन विशेषता भिन्न भिन्न होने के कारण सेवा में अथवा स्वप्राप्ति में अलग अलग फल की प्राप्ति अनुभव करने वाले. സർവ്വരും നക്ഷത്രങ്ങളാണ് എങ്കിലും വിശേഷത ഭിന്ന ഭിന്നമായിരിക്കുന്നതിൻ്റെ കാരണം സേവനത്തിലും സ്വയത്തിൻ്റെ പ്രാപ്തിയിലും വേറെ വേറെ ആയിരിക്കുന്ന ഫലത്തിൻ്റെ പ്രാപ്തി അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. വിഭിന്നമായിരിക്കുന്ന ഫലത്തിൻ്റെ പ്രാപ്തി അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. कोई सदा ही सहज सितारे इसीलिए सहज प्राप्ति का फल अनुभव करने वाले. ചിലർ സദാ സഹജമായ നക്ഷത്രങ്ങളാണ്. സദാ സഹജമായ നക്ഷത്രങ്ങൾ ഇതിനാൽ സഹജമായ പ്രാപ്തിയുടെ ഫലം അനുഭവം ചെയ്യുന്നവരായിരിക്കുന്നു. कोई सदा ही सहज सितारे इसलिए सहज प्राप्ति का फल अनुभव करने वाले. और कोई मेहनत करने वाले सितारे है. ഇനി ചിലർ പരിശ്രമിക്കുന്ന നക്ഷത്രങ്ങളും കൂടി ഉണ്ടായിരിക്കും. चाहे थोड़ी मेहनत हो चाहे ज़्यादा हो लेकिन बहुत करके मेहनत के अनुभव बाद फल की प्राप्ति का अनुभव करते. പരിശ്രമം കുറഞ്ഞതായിരിക്കാം അഥവാ കൂടുതലായിരിക്കാം. എങ്കിലും കൂടുതൽ പരിശ്രമം ചെയ്തതിൻ്റെ അനുഭവം ചെയ്തതിന് ശേഷം ഫലത്തിൻ്റെ പ്രാപ്തിയും കൂടി ഇവർ അനുഭവം ചെയ്യും. പരിശ്രമത്തിന് ശേഷമാണ് പ്രാപ്തിയുടെ അനുഭവം ചെയ്യുന്നത്. കൂടുതലായിരിക്കാം അഥവാ കുറവായിരിക്കാം പരിശ്രമം, എങ്കിലും പരിശ്രമത്തിന് ശേഷമാണ് പ്രാപ്തിയുടെ അനുഭവം ഇവർക്കുണ്ടാകുന്നത്. कोई सदा कर्म के पहले अधिकार का अनुभव करते कि सफलता जन्मसिद्ध अधिकार है. ചിലർ സദാ കർമ്മത്തിൻ്റെ മുൻപ് തന്നെ അധികാരത്തിൻ്റെ അനുഭവം ചെയ്യുന്നു.
സഫലത എൻ്റെ ജന്മാവകാശമാണ് अथवा जन्मसिद्ध अधिकारമാണ്. इसीलिए निश्चय और नशे से कर्म करने के कारण कर्म की सफलता सहज അനുഭവ करते. ഇതിനാൽ നിശ്ചയവും ലഹരിയിലൂടെ കർമ്മം ചെയ്യുന്നതിൻ്റെ കാരണം കർമ്മത്തിൻ്റെ സഫലത എളുപ്പത്തിൽ അനുഭവപ്പെടുന്നു. इसको कहा जाता सफलता के सितारे. ഇവരെയാണ് സഫലതയുടെ നക്ഷത്രമെന്നു പറയുന്നത്. सबसे श्रेष्ठ सफलता के सितारे हैं क्योंकि वो सदा ज्ञान सूर्य ज्ञान चंद्रमा के समीप है. എല്ലാവരെയും കാളും ശ്രേഷ്ഠമായിരിക്കുന്നവർ സഫലതയുടെ നക്ഷത്രങ്ങളാണ്. കാരണം അവർ സദാ ജ്ഞാനസൂര്യൻ ജ്ഞാനചന്ദ്രമൻ്റെ സമീപത്തിൽ ഉണ്ടായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. इसीलिए शक्तिशाली भी है और सफलता के अधिकारी भी है. ഇതിനാൽ സഫലതയുടെ നക്ഷത്രങ്ങൾ ശക്തിശാലിയും കൂടിയായിരിക്കുന്നു, അതുപോലെ തന്നെ സഫലതയുടെ അധികാരിയും കൂടിയായിരിക്കുന്നു. कोई शक्तिशाली है लेकिन सदा शक्तिशाली नहीं. ഇനി ചിലർ ശക്തിശാലിയരാണ് എങ്കിലും സദാ ശക്തിശാലിയരല്ല. इसीलिए सदा एक जैसी चमक नहीं. ഇതിനാൽ സദാ ആത്മാരൂപി നക്ഷത്രങ്ങളുടെ തിളക്കം ഒരുപോലെ ഉണ്ടായിരിക്കുകയില്ല. വെറൈറ്റി സിതാരോं की रिमझिम अति प्यारी लगती है. വെറൈറ്റി നക്ഷത്രങ്ങളുടെ തിളക്കം അഥവാ പ്രകാശം അതിപ്രിയമുള്ളതായിട്ടുള്ള അനുഭവം പെടും. सेवा सभी सितारे करते हैं लेकिन समीप के सितारे औरों को भी सूर्य चंद्रमा के समीप लाने के सेवाधारी बनते. സേവനം സർവ ആത്മാരൂപി നക്ഷത്രങ്ങൾ ചെയ്യുന്നു എങ്കിൽ സമീപത്തെയുടെ നക്ഷത്രങ്ങൾ മറ്റുള്ളവരെയും സൂര്യനും ചന്ദ്രമൻ്റെ സമീപം കൊണ്ടുവർത്തിക്കാനുള്ള സേവാധാരികളായിരിക്കും. നിരാകാരിയായിരിക്കുന്ന ബാബ, അതുപോലെ തന്നെ ബ്രഹ്മബാബ, ചന്ദ്രമനായിരിക്കുന്ന ബ്രഹ്മബാബയുടെ സമീപം കൊണ്ടുവർത്തിക്കാനുള്ള സേവനമാണ് ഇവർ ചെയ്യുന്നത്. तो हर एक अपने से पूछो कि मैं कौन सा सितारा हूँ. അതുകൊണ്ട് എല്ലാവരും സ്വയം സ്വയത്തിനോട് ചോദിച്ചു നോക്കൂ, ഞാൻ ഏത് പ്രകാരത്തിലുള്ള നക്ഷത്രമാണ്. लवली सितारे हो, लक्की सितारे हो, सदा शक्तिशाली हो, मेहनत अनुभव करने वाले हो, अथवा सदा सहज സഫലത കെ സിതാരെ ഹോ. നിങ്ങൾ ആരാണ്? ഏത് തരത്തിലുള്ള നക്ഷത്രങ്ങളാകുന്നു? ലൗലി നക്ഷത്രങ്ങളാണോ? ഭാഗ്യ നക്ഷത്രങ്ങളാണോ? സദാ ശക്തിശാലിയരാണോ? പരിശ്രമത്തിൻ്റെ അനുഭവത്തിന് ശേഷം പരിശ്രമത്തിൻ്റെ അനുഭവം ചെയ്യുന്ന നക്ഷത്രങ്ങളാണോ? അഥവാ സദാ സഹജമായി സഫലതയെ നേടുന്ന നക്ഷത്രങ്ങളാണോ? ज्ञानसूर्य बाप सभी सितारों को बेहद की रोशनी शक्ति देते, लेकिन समीप और दूर होने के कारण अंतर पड़ जाता. ജ്ഞാനസൂര്യനായ ശിവബാബ സർവ ആത്മാരൂപി നക്ഷത്രങ്ങൾക്ക് പരിധിയില്ലാതെ പ്രകാശവും അതായത് ശക്തി നൽകുന്നു. എങ്കിലും സമീപവും പിന്നീട് ദൂരവുമായിരിക്കുന്നതിൻ്റെ കാരണം വ്യത്യാസങ്ങളെ കാണുന്നു, അന്തരമുണ്ടാകുന്നു. जितना समीप संबंध है उतना रोशनी और शक्ति विशेष है. എത്രത്തോളം സമീപ സംബന്ധത്തിലാണോ ഉണ്ടാകുന്നത് അത്രത്തോളം പ്രകാശവും ശക്തിയും ആ നക്ഷത്രങ്ങളിൽ വിശേഷമായിരിക്കും.
क्योंकि समीप सितारों का लक्ष्य ही है സമാൻ ബന്ന. കാരണം സമീപ നക്ഷത്രങ്ങളുടെ ലക്ഷ്യം തന്നെ സമാനരായി തീരുക. इसीलिए बाप दादा सभी सितारों को सदा यही इशारा देते कि लक्की और लवली ये तो सभी बने हो और आगे अपने को यही देखो कि सदा समीप रहने वाले, सहज सफलता अनुभव करने वाले सफलता के सितारे कहाँ तक बने. ബാബ ആത്മാരൂപി നക്ഷത്രങ്ങളോട് പറയാണ്, സർവ ആത്മാരൂപി നക്ഷത്രങ്ങൾക്ക് ഈ പ്രേരണയാണ് നൽകുന്നത്, സൂചനയാണ് നൽകുന്നത്. ലക്കി അതുപോലെ തന്നെ ലൗലി ഇത് എല്ലാവരുമായിരിക്കുന്നു. ലക്കി നക്ഷത്രങ്ങളും ലൗലി നക്ഷത്രങ്ങളും എല്ലാവരുമായിരിക്കുന്നു. ഇപ്പോൾ മുന്നോട്ട് പോകവേ ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. സദാ സമീപമായിരിക്കുന്ന സഹജ സഫലതയുടെ അനുഭവം ചെയ്യുന്ന സഫലതയുടെ നക്ഷത്രങ്ങൾ ഞാൻ എവിടെ വരെ ആയിരിക്കുന്നു. അപ്പോൾ ബാബ ഉദ്ദേശിക്കുന്നത് ഏതാണ്? സഫലതയുടെ നക്ഷത്രമാകാൻ വേണ്ടിയിട്ടാണ്. അഭി ഗിർനെ വാലെ താരെ തോ നഹി ഹോന. ഇപ്പോൾ വീഴുന്ന നക്ഷത്രം താങ്കളല്ലല്ലോ, പരിശോധിച്ച് നോക്കൂ. അഥവാ പൂഞ്ച് വാലെ താരെ ബി നഹി ഹോന. അതുപോലെ തന്നെ വാല് നക്ഷത്രം താങ്കളല്ലല്ലോ, വീഴുന്ന നക്ഷത്രം അഥവാ വാല് നക്ഷത്രം താങ്കളല്ലല്ലോ. പൂഞ്ച് വാല താര उसको कहते जो बार बार स्वयं से, बाप से अथवा निमित्त बनी हुई आत्माओं से ये क्यों, ये क्या, ये कैसे पूछते ही रहते. വാല് നക്ഷത്രങ്ങളെന്നു അറിയപ്പെടുന്നത് ഇവരാണ്. വീണ്ടും വീണ്ടും സ്വയത്തിനോടും ബാബയോടും നിമിത്തരായിരിക്കുന്ന ആത്മാക്കളോടും സംശയത്തിലൂടെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ, ഇത് എന്താണ് ഇങ്ങനെ, ഇത് എങ്ങനെയാണ്, ഇത് ഈ തരത്തിൽ ആ തരത്തിലെന്നോ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും. സംശയത്തിൻ്റെ ചോദ്യങ്ങൾ. ബാർ ബാർ പൂച്ചനെ വാലെ ഹി പൂഞ്ച് വാലെ താരെ. വീണ്ടും വീണ്ടും ചോദിക്കുന്നവർ തന്നെയാണ് വാല് നക്ഷത്രങ്ങളാകുന്നത്. ഐസേ തോ നഹി ഹോന. നിങ്ങൾ വാല് നക്ഷത്രങ്ങളല്ലല്ലോ, സംശയത്തിൽ വരുന്നവരല്ലല്ലോ. സഫലത കെ സിതാരെ जिनके हर कर्म में सफलता समाई हुई है. ऐसा सितारा सदा ही बाप के समीप अर्थात साथ है. സഫലതയുടെ നക്ഷത്രങ്ങൾ ആരുടെ ഓരോ കർമ്മത്തിലും സഫലത അടങ്ങിയിരിക്കുന്നത്. ഈ തരത്തിലുള്ള നക്ഷത്രങ്ങൾ സദാ ബാബയുടെ സമീപം, അതായത് ബാബയുടെ കൂടെ ഉണ്ടായിരിക്കും. विशेषताएं सुनी. अभी इन विशेषताओं को स्वयं में धारण कर सदा सफलता के सितारे बनो. വിശേഷതകളെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഈ വിശേഷതകളെ സ്വയത്തിൽ ധാരണ ചെയ്ത് സദാ സഫലതയുടെ നക്ഷത്രമാകൂ. സമജ ക്യാ കർണ? മനസ്സിലായല്ലോ എന്താണ് ചെയ്യേണ്ടത്. लक्की और लवली के साथ सफलता यह श्रेष्ठता सदा അനുഭവ करते रहो. ഭാഗ്യവും അതുപോലെ തന്നെ സുന്ദരതയോടൊപ്പം സഫലത, ഈ ശ്രേഷ്ഠതയെ സദാ അനുഭവം ചെയ്തുകൊണ്ടേയിരിക്കുക. अच्छा आज सभी से मिलना है. ബാബ പ്രോഗ്രാം കൊടുക്കുകയാണ്. നല്ലത്, ഇന്ന് എല്ലാവരോടും മിലനം ചെയ്യണം. ബാപ്പ് ദാദാ ആജ് വിശേഷ മിൽനെ കെ ലിയേ ഹി ആയേ. ബാപ്പ് ദാദ ഇന്ന് വിശേഷമായി മിലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സഭി കാ യഹി ലക്ഷ്യ രഹതാ കി മിൽന. എല്ലാവർക്കും ഈ ലക്ഷ്യമല്ല ഉണ്ടായിരിക്കുന്നത്, ബാബയുമായിട്ട് മിലനം ചെയ്യണമെന്നും. लेकिन बच्चों की लहर को देख करके बाबा को सभी बच्चों को
खुश करना होता. കുട്ടികളുടെ ലഹരിയെ കണ്ടപ്പോൾ ബാബ സർവ്വ കുട്ടികളെയും സന്തോഷിപ്പിക്കേണ്ടി വരുന്നു. क्योंकि बच्चों की खुशी में बाप की खुशी है. കാരണം കുട്ടികളുടെ സന്തോഷത്തിൽ ബാബയുടെ സന്തോഷമുണ്ടായിരിക്കുന്നു. तो आजकल की लहर है अलग मिलने की. അപ്പോൾ ഇന്ന് എല്ലാവരുടെ ലക്ഷ്യം അഥവാ ലഹരി എന്താണ്? വേറെ വേറെയായി ബാബയുമായി കൂടിക്കാഴ്ച അഥവാ മിലനം ചെയ്യാനുള്ളത്. तो सागर को भी वही लहर में आना पड़ता. കുട്ടികളുടെ സങ്കല്പം ലഹരി എന്താണ്? ബാബയെ സെപ്പറേറ്റായി മിലനം ചെയ്യുക. അതുപോലെ സാഗരനായ ബാബയ്ക്കും കൂടി ഈ ലഹർ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേ തരത്തിൽ ബാബയും പ്രവർത്തിക്കേണ്ടി വരുന്നു. इस सीज़न की लहर ये है, इसलिए रथ को भी विशेष सकाश दे चला रहे. ഈ സീസണിൻ്റെ ലക്ഷ്യം തന്നെ ഇതാണ്. ഇപ്പോൾ രഥത്തിൻ്റെ വ്യത്യാസമാണെങ്കിലും ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ജ്ഞാനസൂര്യനായ ശിവബാബ വിശേഷമായി രഥത്തിന് സകാശം നൽകി പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. अच्छा, चारों ओर के अलौकिक तारामंडल के अलौकिक सितारों को, നാലു വശത്തിലുള്ള അലൗകിക താരാമണ്ഡലത്തിൻ്റെ അലൗകികമായ നക്ഷത്രങ്ങൾക്ക് സദാ വിശ്വ को रोशनी दे, अंधकार मिटाने वाले चमकते हुए सितारों को, സദാ വിശ്വത്തിന് പ്രകാശം നൽകി ഇരുടിനെ അകറ്റുന്ന തിളങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് सदा बाप के समीप रहने वाले श्रेष्ठ सफलता के सितारों को, സദാ ബാബയുടെ സമീപം ഉണ്ടായിരിക്കുന്ന ശ്രേഷ്ഠ സഫലതയുടെ നക്ഷത്രങ്ങൾക്ക് अनेक आत्माओं के भाग्य की रेखा परिवर्तन करने वाले भाग्यवान सितारों को, अनेक ആത്മാക്കളുടെ ഭാഗ്യത്തിൻ്റെ രേഖ പരിവർത്തനപ്പെടുത്തുന്ന ഭാഗ്യശാലി നക്ഷത്രങ്ങൾക്ക് ज्ञानसूर्य ज्ञानचंद्रमा बाप दादा का विशेष याद प्यार और नमस्ते. ജ്ഞാനസൂര്യ ജ്ഞാനചന്ദ്രമ ബാപ്പ് ദാദയുടെ വിശേഷമായിരിക്കുന്ന സ്നേഹസ്മരണകളും നമസ്കാരവും. അച്ഛ വരദാൻ. सदा एक रस संपन्न मूड में रहने वाले पुरुषार्थी सो प्रालब्धि स्वरूप भव. സദാ ഏകരസ സമ്പന്ന സ്ഥിതിയിൽ കഴിയുന്ന പുരുഷാർത്ഥി അതുപോലെ തന്നെ പ്രാലബ്ധ സ്വരൂപരായി ഭവിക്കും. സദാ ഏകരസ സമ്പന്ന സ്ഥിതിയിൽ ഉണ്ടായിരിക്കുന്ന പുരുഷാർത്ഥി അതുപോലെ തന്നെ പ്രാലബ്ധി സ്വരൂപരായി ഭവിക്കൂ. വിവരണം. बाप दादा वतन से देखते हैं कि कई बच्चों के मूड बहुत बदलते. ബാപ്പ് ദാദ വതനത്തിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില കുട്ടികളുടെ അവസ്ഥ, മനോസ്ഥിതി വളരെയധികം മാറിക്കൊണ്ടേയിരിക്കുന്നു. കഭി ആശ്ചര്യ की मूड, कभी क्वेश्चन मार्क की मूड, कभी कंफ्यूज की मूड, कभी टेंशन, कभी अटेंशन का झूला. ബാബ പറയുന്നു ചില ആത്മാക്കളുടേത് ആശ്ചര്യമുള്ള അവസ്ഥ, ഇനി ചിലപ്പോൾ ചില ആത്മാക്കളുടെ ചോദ്യചിഹ്നത്തിൻ്റെ അവസ്ഥ, ഇനി ചിലപ്പോൾ ചിലവരുടെ കൺഫ്യൂഷൻ അഥവാ സംശയത്തിൻ്റെ മൂഡ്, ചിലപ്പോൾ ടെൻഷൻ അഥവാ സംഘർഷത്തിൻ്റെ മൂഡ്, ഇനി ചിലപ്പോൾ അറ്റൻഷൻ്റെ ഊഞ്ഞാലി. लेकिन സംഗമയുഗ പ്രാലബ്ധി യുഗ ഹേ നാക്കി പുരുഷാർത്ഥി. പക്ഷേ ഇങ്ങനെ മൂഡ് മാറരുത്.
സംഗമയുഗം പ്രാരബ്ധപ്രാപ്തമാക്കാനുള്ള യുഗമാണ്, പുരുഷാർത്ഥിയല്ല. इसलिए जो बाबा के गुण वही बच्चों के, जो बाबा की स्टेज वही बच्चों की, यही है സംഗമയുഗ की പ്രാരബ്ധ. ബാബയുടെ ഗുണങ്ങൾ ഏതെല്ലാമാണോ അത് തന്നെ കുട്ടികളുടെ ഗുണം. ബാബയുടെ സ്റ്റേജ് ഏതാണോ അത് തന്നെ കുട്ടികളുടെ ഈ സ്റ്റേജ്. ഇതാണ് സംഗമയുഗത്തിൻ്റെ പ്രാരബ്ധം അഥവാ പ്രാപ്തി. तो सदा एक रस एक ही संपन्न मूड में रहो, तब कहेंगे बाप समान अर्थात പ്രാരബ്ധി സ്വരൂപ വാലെ. സദാ ഏകരസവും ഒരേ ഒരു സമ്പന്ന അവസ്ഥയിലിരിക്കും. അപ്പോഴാണ് ബാബയുടെ സമാനം പ്രാരബ്ധി സ്വരൂപർ എന്നു അറിയപ്പെടുന്നു. स्लोगन. बाप दादा के हाथ में बुद्धि रूपी हाथ हो तो परीक्षाए रूपी सागर में हिलेंगे नहीं. ബാപ്പ് ദാദിയുടെ ഹസ്തത്തിൽ ബുദ്ധിയാകുന്ന ഹസ്തം കൊടുക്കുകയാണെങ്കിൽ പരീക്ഷണങ്ങളാകുന്ന സാഗരത്തിൽ കുലുങ്ങുകയില്ല അഥവാ വിചലിതരാകുകയില്ല. ഓം ശാന്തി.